അറബ് രാജ്യങ്ങൾ ഇറാനെ പിന്തുണച്ചു. ഞെട്ടലോടെയാണ് ഈ വാർത്ത അമേരിക്ക എതിരേറ്റത്. ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യും എന്ന ഒരു റിപ്പോർട്ടും അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നു. ഏറെക്കുറെ ഇറാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുക, അതല്ലെങ്കിൽ ഉപരോധം കഠിനമാക്കിക്കൊണ്ടും പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകിക്കൊണ്ടും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കുക, ഗവൺമെൻറ് തലത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിക്കുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കിക്കൊണ്ട് ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചത്. വെനിസുല എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഭരണാധികാരിയെ പിടികൂടിയതോട് കൂടിയിട്ട് അത് വെറും ഒരു വെനിസുലയിൽ അടങ്ങുന്നതല്ല എന്നൊരു മുന്നറിയിപ്പ് ഇറാനെ സൂചിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ പേര് പറയാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇപ്പോൾ കൊളംബിയയുടെയും ഈ ക്യൂബയുടെയും പേരൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ പിറകെ ഞങ്ങൾ നടപടിയുമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യം കൃത്യമായ രീതിയിൽ ഇറാനാണ്. ഇറാൻ എന്ന് പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഇപ്പോൾ ഇറാനുണ്ട്. അവരുടെ ശക്തി ഇറാനിൽ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. അതിൻ്റെ കാര്യം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ബദലായി റഷ്യക്കോ ചൈനക്കോ താവളമടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പാലമായി നിൽക്കുന്നത് ഇറാനാണ്. ഇറാൻ റഷ്യയും ചൈനയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമാണ്. നയതന്ത്ര ബന്ധത്തിന് പുറമെ സൗഹൃദ ബന്ധം കൂടിയുള്ള രാജ്യങ്ങളാണ് ഇറാനും ചൈനയും റഷ്യയുമെല്ലാം. ആയതിനാൽ റഷ്യയിലേക്ക് നേരിട്ട് എത്തുന്നതിനപ്പുറം ഇറാനിലൂടെ എത്തുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങളുണ്ടാവും എന്ന് അറബ് രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു. എല്ലാ കാലത്തും അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കില്ലെന്നും അമേരിക്ക വൈമധ്യേ തങ്ങളെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കും. അതിന് ഉദാഹരണമാണ് ഖത്തറിന് നേരെ ആക്രമണം നടത്തിയത്. എല്ലാവിധ നൂതന സംവിധാന കാര്യങ്ങളും ഉണ്ടായ അമേരിക്ക മൗനം പാലിച്ചുകൊണ്ട് ഇസ്രായേലിന് ഖത്തറിലേക്ക് കയറാനുള്ള അവസര സാഹചര്യങ്ങൾ ഒരുക്കുകയും അങ്ങനെ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റഡാർ സംവിധാനം പോലും ഓഫാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളും വല്ലാത്ത ഒരു അവസ്ഥയും ഈ ഇസ്രായേലിൽ നിന്ന് ഖത്തറിന് നേരിട്ടതോടുകൂടി ഒരു കാര്യം അറബ് ലോകത്തിന് ഉറപ്പായി. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന്. 15 വർഷത്തിലധികം ഇറാനുമായി സൗദി അറേബ്യയും യു എ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യം ഇറാനാണ്. അവർ കൃത്യതയോടുകൂടിയും വിശ്വാസത്തോടും കൂടി തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക എന്നുള്ളത് ഒരു ആശ്വാസം കിട്ടുന്ന പ്രവൃത്തിയാണ്. ബദൽ ആര് എന്ന ചോദ്യത്തിന് ഇറാൻ ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങളുടെ മീഡിയകൾ ഇറാനെ വാഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2023 അവസാന കാലഘട്ടത്തിലാണ് ഇറാനുമായിട്ടുള്ള അറബ് രാജ്യങ്ങളുടെ വിഷയങ്ങളെല്ലാം ചൈനയുടെ മധ്യസ്ഥതയിൽ അവസാനിച്ചു. അതിനുശേഷം പിന്നീട് വലിയ സൗഹൃദം, വലിയ ബന്ധമായി സാമ്പത്തികമായിട്ട് പല സഹായങ്ങളും ഇറാന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് പരസ്യമാക്കിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിക്കുന്ന ഏത് നേരത്തും അത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കും. കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പറയുന്നിടത്ത് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അറബ് രാജ്യങ്ങൾക്കുണ്ടാകും എന്ന് അവർ കണക്കൂട്ടുന്നു. ഇറാൻ ഉണ്ടെങ്കിൽ ഒരു ബദലായിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാറുണ്ട്. അതിലവർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട്. ആയതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംസാരിക്കുന്നത്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ഇറാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അമേരിക്ക അവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളും ആഭ്യന്തര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സമരം നടത്തുന്നവർക്ക് നേരെ കൂടുതൽ വെടിവെപ്പുകളോ മരണമോ റിപ്പോർട്ട് ചെയ്താൽ അതിലിടപെടും എന്ന് പറയുന്നത്. 2 രാജ്യങ്ങളും 2 ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ ഇന്നലെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു. ആ വിവരത്തെക്കുറിച്ച് അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് ന്യായവും, എന്നാൽ ഇറാൻ്റെ അകത്ത് ആഭ്യന്തരമായ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ്റെ സൈനികർ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നവരെ അടിച്ചൊതുക്കുന്നത്
അന്യായവുമായിട്ട് കാണുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുമാണ് അമേരിക്ക ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആന്തരികമായിരിക്കുന്ന വിഷയങ്ങൾ അമേരിക്കയിലും നടക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് എല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭാവിയിൽ അമേരിക്കക്ക് സാരമായിട്ട് ബാധിക്കും എന്നതിൻ്റെ ഉദാഹരണം ലോക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും വല്ലാത്ത രീതിയിൽ അകന്നു പോയിട്ടുണ്ട്. ഇത് ഭാവിയെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അമേരിക്കയുടെ കൈവശത്തിലുള്ള ആയുധ സംവിധാന കാര്യങ്ങൾ എത്രത്തോളം ബലവും ശക്തിയുമുണ്ട് എന്ന് മനസ്സിലാക്കിയ പല രാജ്യങ്ങളും റഷ്യയും ചൈനയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ അതിനൊക്കെ പുനർജനി നൽകാനുള്ള വലിയ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബദൽക്ക് ബദലായ രീതിയിൽ ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ പ്രവർത്തനങ്ങൾ അവർ നിരന്തരം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. ആണവായുധ വിഷയം വരുന്ന സമയത്ത് രണ്ടാം ലോക യുദ്ധത്തിൽ ഒരു ആണവായുധം പോലും ഇല്ലാത്ത രാജ്യമാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ. എന്നാൽ ഇന്ന് നോക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും റഷ്യ തന്നെയാണ്. അങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചു. 2ാം സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക നിലവിലുള്ളത് എന്ന് ചുരുക്കം. അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണെന്നും അതിൻ്റെ ആയുധശേഷിയും സൈനിക ബലവും ഇറാനുണ്ട് എന്ന് നിരന്തരം പറയുന്ന ലോകത്തെ ഏക രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. അതുകൊണ്ട് ഇറാനെ പിന്തുണക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. റഷ്യ പോലും ഭയപ്പെടുന്നിടത്ത് ഇറാൻ പക്വതയോടുകൂടി തന്നെ സംസാരിക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. അത് അതിജീവിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഭരണകൂടമാണ്. അതിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചു. അവിടുത്തെ ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനില്ലാത്ത ഒരവസ്ഥ പോലും ഈ സാമ്പത്തിക മാന്ദ്യം മൂലം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രക്ഷോഭകാരികളും പ്രതിഷേധക്കാരും റോഡിലിറങ്ങിക്കൊണ്ട് സർക്കാർ വിരുദ്ധ സമരങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങൾ അത് ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. സ്വാഭാവികമാണ്. ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്ത് സമരങ്ങളും പ്രതിഷേധങ്ങളും സ്വാഭാവികമായിട്ട് നടക്കും. അതിന് മറ്റു രാജ്യത്തിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ മറ്റു രാജ്യം ഈ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്ന രീതിയോ ഒരിക്കലും ശരിയല്ല, ഉചിതമല്ല. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടുന്ന സമയത്ത് സമാനമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തങ്ങൾ വെറുതെ അവസാനിപ്പിക്കുകയില്ല എന്നൊരു പ്രയോഗമാണ് അവിടെ നടത്തിയത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പോകുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് നോട്ടമുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമുണ്ട് എന്ന് പറയാതെ പറയുകയാണ് എന്ന് ചുരുക്കം. ഈ കാര്യത്തിൽ അമേരിക്കക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് വെനിസ്വേല കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശക്തമായ രീതിയിൽ ഇടപെടൽ ഇറാൻ്റെ നേരെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യക്കുറവ് അമേരിക്കക്കുള്ളത് ഈ ഒരു വിഷയം ഊന്നിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം നടന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന ഒരു രൂപമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. അമേരിക്കയുടെ ഇൻ്റലിജൻസും ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാന് നേരെ നടത്തുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരുപാട് തവണ ആലോചിച്ച ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ തിരിച്ചടികൾ ഏത് തരത്തിലാണ്, ഏത് രൂപത്തിലാണ് എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. അത് ഇറാനാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. യുദ്ധവും കെടുതിയും ദുരിതവും ദുരന്തവും പ്രശ്നങ്ങളും വിഷയങ്ങളും ഏറ്റുമുട്ടലുകളും ആഭ്യന്തര കലാപങ്ങളും ഒരു കാലത്തും ആ രാജ്യത്തെ ഉലക്കിയിട്ടില്ല. പ്രശ്നങ്ങൾ ഏത് കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന രാജ്യമാണ്. അതിനെ പ്രതിരോധിക്കാനും അടിച്ചൊതുക്കാനും ഇല്ലാതാക്കാനും വേണ്ടി എല്ലാ കാലത്തും അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് ഭയപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം അല്ല. അവിടെ സുതാര്യമായിരിക്കുന്ന ഗവൺമെൻറ് സംവിധാനം സർവ്വ മേഖലയുണ്ട്. എല്ലാത്തിൻ്റെയും കൺട്രോള് ഗവൺമെൻറ് തലത്തിലാണ്. ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് അവിടുത്തെ ആയത്തുള്ള അലി ഖംനെ എന്ന് പറയുന്ന ആത്മീയ ആചാര്യൻ്റെ കയ്യിലാണ്. അപ്പോൾ വ്യക്തിയിൽ ഗവൺമെൻറ്റിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നിലനിൽക്കുന്നത്. അതിനെ ഒടിച്ചിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാവാത്തതാണ് എന്നുള്ള ഒരു വിലയിരുത്തലും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. എന്നാലും നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേടിക്കുകയാണെങ്കിൽ പേടിക്കട്ടെ എന്ന ഉദ്ദേശത്തിലായിരിക്കും പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ. അവരെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ തങ്ങൾ അതിന് തയ്യാറാകും എന്നുള്ള വാചകങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിക്കുന്നത് എന്തെങ്കിലും ചെയ്യും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടതല്ല. പക്ഷേ അവരൊരു ഭയപ്പാടുണ്ടാക്കുകയാണെങ്കിൽ അത് ഉചിതമായി ഭവിക്കും എന്നതുകൊണ്ടാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.